നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അഡ്ജസ്റ്റ്മെന്റ് സമരമെന്ന CPIയുടെ ആരോപണം ശരിയായില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ വിമർശനം. അഡ്ജസ്റ്റ്മെന്റ് സമരം എന്നത് ആരെയും ഉദ്ദേശിച്ചായിരുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കി. LDF യോഗം ചേരാൻ വൈകിയതിനെ എല്ലാ ഘടകകക്ഷികളും വിമർശിച്ചു. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് CPIM CPI നേതാക്കൾ തമ്മിലുള്ള തർക്കം CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രനാണ് LDF യോഗത്തിൽ ഉന്നയിച്ചത്. LDFിലെ പ്രവർത്തനങ്ങളെ പൊതുവായി പരിശോധിക്കണമെന്ന് യോഗം ആരംഭിച്ചപ്പോൾ തന്നെ പന്ന്യൻ രവീന്ദ്രൻ ആവശ്യമുന്നയിച്ചു. ഘടകകക്ഷികൾക്കിടയിൽ ഭിന്നത സ്വാഭാവികമെങ്കിലും ചില പ്രയോഗങ്ങൾ ആവർത്തിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. തുടർന്ന് സംസാരിച്ച പന്ന്യൻ അഡ്ജസ്റ്റ്മെന്റ് സമരമെന്ന് ജനങ്ങൾക്ക് സംശയമുണ്ടെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കി. ഈ പ്രയോഗം ആരെയും ഉദ്ദേശിച്ചായിരുന്നില്ല, ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്നാൽ മുന്നണി യോഗം ചേരാതിരുന്നത് തെറ്റായിപ്പോയെന്നും പന്ന്യൻ വിമർശിച്ചു. യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് കേൾക്കാനുള്ള മര്യാദ കാണിച്ചില്ലെന്നായിരുന്നു പന്ന്യന്റെ വിമർശനം. അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന വിമർശനം ശരിയായില്ലെന്ന അഭിപ്രായം ഘടകകക്ഷി നേതാക്കളും പ്രകടിപ്പിച്ചു. അതേസമയം മാണിക്കെതിരെ വെളിപ്പെടുത്തൽ വന്നിട്ടും മുന്നണി യോഗം ചേരാൻ വൈകിയതിനെയും ഘടകകക്ഷി നേതാക്കൾ വിമർശിച്ചു. ചർച്ചയിൽ ഒടുവിൽ സംസാരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ CPIക്ക് മറുപടി പറയാൻ താൻ നിർബന്ധിക്കപ്പെട്ടതാണെന്ന് വ്യക്തമാക്കി. അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന വിമർശനം തെറ്റായ സന്ദേശം നൽകും. പന്ന്യനെ സാക്ഷി നിർത്തി അസിസ്റ്റന്റ് സെക്രട്ടറി തന്നെ ഈ ആരോപണം ആവർത്തിച്ചു. ഇതിന്റെ ക്ഷീണം CPIമിന് മാത്രമല്ലെന്നും LDFിന് ആകെയുണ്ടെന്നും പിണറായി പറഞ്ഞു. പിണറായിയുടെ കൂടി വിശദീകരണത്തോടെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ ധാരണയായി. അത് LDFിന്റെ പൊതു താല്പര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിലല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് LDFിൽ ചർച്ച ചെയ്യും. അതിനനുസരിച്ച് തന്നെ ഞങ്ങളത് ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്ത് ഇത്തരം കാര്യങ്ങൾ വരുന്ന വീഴ്ചകൾ ഒഴിവാക്കി തികച്ചും ഏകോപിച്ച് ഒരുമിച്ച് നീങ്ങേണ്ടത് കാര്യം തീരുമാനിക്കുകയും ചെയ്യും. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ പ്രകാശ് ബാബു, ശ്രീ മാത്യു ടി തോമസ്, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ KM ഷാജഹാൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ പ്രകാശ് ബാബു, ഇന്ന് LDF ചേരുന്നതിന് തൊട്ടു മുമ്പ് വരെ CPIമിനെതിരെ വിമർശനം നടത്തിയ ശേഷം ഇടതുമുന്നണിയിൽ പോയി CPIമിൻ്റെ നിലപാടുകൾ അംഗീകരിച്ച് CPI പുറത്തു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നിപ്പോൾ KPA മജീദ് പറഞ്ഞു CPIM യജമാനനും CPI വേലക്കാരനുമാണെന്ന്. ആ പരിഹാസം അത് ശരിവെക്കുന്നതായിരുന്നില്ലേ ഇടതുമുന്നണി യോഗത്തിലെ നിങ്ങളുടെ നിലപാട്? ശ്രീ മജീദിന്റെ KPA മജീദിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ മജീദും കോൺഗ്രസും തമ്മിൽ ചർച്ച ചെയ്താൽ മതി. അത് CPIയുടെ തൊപ്പിയിൽ ചേരുന്ന തൂവലല്ല. CPIയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അവിടെ ചർച്ചയും നടന്നിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിച്ചത് ഒരു സ്വയം വിമർശനപരമായ അഭിപ്രായ പ്രകടനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ സമരങ്ങളെ സംബന്ധിച്ച് ഉണ്ടായ ഒരു അഭിപ്രായ പ്രകടനം അത് ഞങ്ങൾ കൂടി പങ്കാളിയായിട്ടുള്ള മുന്നണിയുടെ സമരത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് അത് സ്വയം വിമർശനപരമായി ഞങ്ങളുടെ ഒരു വിലയിരുത്തലായി തന്നെ പറഞ്ഞത്. തുടർന്ന് നടക്കുന്ന സമരങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വാസം ഉണ്ടാകാൻ കഴിയത്തക്ക നിലയിലേക്ക് ഉള്ള മാർഗങ്ങളും സമരങ്ങളും വേണം ആലോചിക്കാൻ എന്ന പോസിറ്റീവായ ഒരു അപ്രോച്ചാണ് ഞങ്ങൾ അതിൽ എടുത്തത്. അത് ഇന്ന് പാർട്ടി സെക്രട്ടറി LDFിന്റെ യോഗത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് മുന്നണി സംവിധാനത്തിൽ യജമാനനും അടിമയൊന്നും അതൊക്കെ ആരുടെയെങ്കിലും ഒക്കെ ഭാവനാവിലാസമായിരിക്കും. ശ്രീ പ്രകാശ് ബാബു, ശ്രീ പ്രകാശ് ബാബു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് സമരം അത് തെറ്റായ സന്ദേശം നൽകി എന്നാണ് പുറത്തു വന്ന വാർത്തകളനുസരിച്ച് പിണറായി വിജയൻ ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ പറഞ്ഞത്. ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും ആ അഭിപ്രായ പ്രകടനത്തോട് യോജിക്കുകയും ചെയ്തു. അപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് ആ പരാമർശം ആരെയും ഉദ്ദേശിച്ചിട്ടല്ല എന്നാണ്. ജനങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടു. MN സ്മാരക മന്ദിരത്തിന് മുന്നിലൂടെയെല്ലാം പോകുന്ന ജനങ്ങളെന്തോ പറഞ്ഞു, അത് കേട്ടിട്ട് പറഞ്ഞതാണ് എന്ന രീതിയിൽ ലഘൂകരിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 25-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കാൻ പോകുന്നു. അത് അഡ്ജസ്റ്റ്മെൻറ്റ് സമരമല്ല എന്ന് ഇന്നത്തെ യോഗത്തിൽ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ? താങ്കൾ അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇനി UDF LDF അഡ്ജസ്റ്റ്മെൻ്റ് ഒരു സമരം ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കരുത്, അതിന് CPI കിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ 25-ന് നടക്കുന്ന സമരം അങ്ങനെയല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ CPI? അതെ, ഞങ്ങൾ അതിൽ വളരെ വ്യക്തമായി തന്നെ അന്നേരം പറഞ്ഞിരുന്നു. 25-ാം തീയതി നടക്കുന്നത് ഒരു പ്രതിഷേധ മാർച്ചാണ്. അത് വേറെ ഒന്നിനുമുള്ള ഒരു സമരത്തിന്റെ രൂപത്തിലേക്കല്ല. 25-ാം തീയതി എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലേക്ക്, ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും നടത്തുന്ന
ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു മാർച്ചാണ്. അതൊരു സമര രൂപത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് LDF ആലോചിക്കുന്നുണ്ടാവും. ഇന്നത്തെ LDF യോഗത്തിൽ പിണറായി എന്ത് അഭിപ്രായമാണ് പറഞ്ഞതെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല. എന്തായാലും LDFന്റെ തീരുമാനത്തിലും ഞാൻ അറിഞ്ഞിടത്തോളം അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും വന്നിട്ടില്ല. അതൊക്കെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതായിരിക്കും. LDFന്റെ കൺവീനർ വാർത്താ സമ്മേളനം വല്ലതും നടത്തുന്ന സമയത്ത് അതിന്റെ തീരുമാനങ്ങൾ പറയും. അഭിപ്രായ പ്രകടനങ്ങളിൽ CPIയുടെ പങ്കെടുത്ത നേതാക്കൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശ്രീ പ്രകാശ് ബാബു, അങ്ങനെ വളരെ വ്യക്തമായി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇടതുമുന്നണി തീരുമാനമായി പുറത്തു വരുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, കേസ് രജിസ്റ്റർ ചെയ്യുക. 2, മാണി രാജിവെക്കുക. 3, നിയമപരമായ നടപടികൾക്ക് വേണ്ടി കേസ് നൽകുന്നതിന് LDF കൺവീനർ ശ്രീ വക്കം വിശ്വനെ ചുമതലപ്പെടുത്തുക. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ താങ്കൾ ഉൾപ്പെടെ CPI നടത്തിയ മാർച്ചിൽ നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യമായിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPIM മുന്നോട്ട് വയ്ക്കുന്ന പോലീസ് അന്വേഷണം എന്ന കാര്യത്തെ നിങ്ങൾ അന്ന് വിമർശിച്ച് തള്ളി. കാരണം ഒരു മന്ത്രിയെയും ചോദ്യം ചെയ്യാൻ ഒരു പോലീസുകാരന് കഴിയില്ല. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പോലീസ് അന്വേഷണം എന്ന് ചിലർ പറയുന്നത് ശരിയല്ല, ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം എന്നല്ല, ഏത് അന്വേഷണം എന്ന കാര്യം പോലും ഇന്നത്തെ ഇടതുമുന്നണി വ്യക്തമാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയൻ പറഞ്ഞ ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുക എന്ന നിലപാടാണ് LDFൻ്റേതായി പുറത്തു വരുന്നത്. ഒപ്പം KM മാണി രാജിവെക്കുക. മറ്റൊന്ന്, ഈ കോടതിയുടെ മേൽനോട്ടത്തിന് സഹായകമായ നിലയിൽ LDF കൺവീനർ വക്കം വിശ്വൻ കോടതിയെ സമീപിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇന്ന് ഇടതുമുന്നണിയിൽ നിന്ന് സാധ്യതമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ശ്രീ പ്രകാശ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ചർച്ചകളിൽ, ഈ ചാനൽ ഉൾപ്പെടെ നടന്ന ചർച്ചകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷയിലെ ഘടകകക്ഷികൾ തമ്മിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകാത്തത് അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ. എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമാണ് KM മാണി രാജിവെക്കുക. എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യമാണ് അന്വേഷണം വേണം. 3, ഏത് ഏജൻസി എന്നുള്ളതിനെ സംബന്ധിച്ച് CPIക്കും മറ്റ് കക്ഷികൾക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. CPI അതിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ LDFന്റെ യോഗത്തിൽ ആദ്യത്തെ 2 കാര്യങ്ങളിലും തീരുമാനമുണ്ടായെങ്കിലും അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ച് ഇപ്പം പ്രകാശ് പറഞ്ഞതുപോലെ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. എടുത്തിട്ടില്ല. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതും പോലീസ് കേസും തമ്മിൽ അത് വ്യത്യാസമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ട്. ലളിതകുമാരി കേസിനകത്ത് 20 കേസുകൾ ഒരുമിച്ചെടുത്ത 5 അംഗ ബെഞ്ചിന്റെ അവരുടെ വിധിയിൽ അവർ നിർദ്ദേശിച്ചിട്ടുള്ള ലളിതകുമാരി കേസിൽ 3 ടൈപ്പിലുള്ള കേസുകൾക്ക് ഈ പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് 7 ദിവസത്തിനകം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി പോലീസ്. അത് തുടർന്നുള്ള അന്വേഷണത്തിന് അതിന്റെ ആദ്യ നടപടി ജുഡീഷ്യൽ അന്വേഷണമാവട്ടെ, വേറൊരു അന്വേഷണമാവട്ടെ, ഏതിലായാലും ശരി ആ കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് സുപ്രീം അത് വളരെ വ്യക്തമാണ്. പക്ഷേ ശ്രീ പ്രകാശ് ബാബു, നിങ്ങളുടെ വിമർശനം എന്തായിരുന്നു? KM മാണിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉയർന്നിട്ട് ഇത്രയും ദിവസമായി. അതിൽ ഇടതുമുന്നണി ചേർന്ന് ഏത് അന്വേഷണം വേണം എന്ന് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല, എങ്ങനെ സമരം ചെയ്യണം എന്ന് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല, അതിൽ CPM അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ല എന്നതായിരുന്നല്ലോ വിമർശനം. അങ്ങനെ വന്ന് നിങ്ങളുടെ നിർബന്ധപ്രകാരം എന്ന് തന്നെ വാദത്തിന് കരുതുക. ഇന്ന് ഇടതുമുന്നണി വിളിച്ചപ്പോൾ അന്വേഷണ രീതി എന്ത്, അന്വേഷണ സർക്കാരിനോട് ഇപ്പോൾ നിങ്ങൾ 25-ന് മാർച്ച് നടത്തുമ്പോൾ അത് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് വ്യക്തത വന്നിട്ടില്ല. സമരരൂപത്തെ പറ്റി ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു കുറേ മാർച്ച് വച്ചിട്ടുണ്ട് എന്നല്ലാതെ സമരരൂപത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വ്യക്തത വരുത്തപ്പെട്ട ഒന്നുണ്ട്. എന്താണോ നിങ്ങൾ വിമർശിച്ചത് അതിൽ ഒന്ന്, അഡ്ജസ്റ്റ്മെൻ്റ് സമരം നടന്നിട്ടില്ല എന്ന്, അത് പറഞ്ഞു കേട്ട ഒരു കേട്ടുകേൾവി മാത്രമാണ് എന്ന് പന്നിനെ കൊണ്ട് ഏത്തമിടിക്കാൻ CPIM കഴിഞ്ഞു. മറ്റൊന്ന്, ഈ കാര്യത്തിൽ പിണറായി വിജയൻ പറഞ്ഞിരുന്ന പോലീസ് അന്വേഷണം, കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം, അതാണ് LDFൻ്റെ തീരുമാനമായി പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ പുറത്ത് പാർട്ടിയുടെ വ്യക്തിപരമായ ഇമേജിന് വേണ്ടി ഒന്ന് പറയുക, ഇടതുമുന്നണിക്കകത്ത് ആ വാദഗതിയിൽ ശക്തമായി ഉറച്ചു നിൽക്കാതിരിക്കുക. എന്താണ് സംഭവിച്ചത്? ഭയം കൊണ്ടല്ലെങ്കിൽ? ഒരിക്കലുമല്ല. ഞങ്ങൾ അതിനെ ആരെ ഭയക്കണം? ഞങ്ങൾക്ക് എന്തിനാ മറ്റു പാർട്ടികളിൽ അങ്ങനെ ഭയപ്പാടിന്റെ കാര്യം എന്താ? ഞങ്ങൾ ആരെയും ഭയക്കുന്നുമില്ല. അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. അതിലൊന്നും ഒരു പ്രശ്നമില്ല.
ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് ഇന്നത്തെ LDF-ന്റെ യോഗത്തിൽ ഞങ്ങളുടെ ബന്ധപ്പെട്ട സഹാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ നിലയിലുള്ള ചർച്ചയും വന്നു കാണും. ദയവായി താങ്കൾ തുടരണം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇപ്പോൾ ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അക്കമിട്ട മറുപടിയാണ് ഇന്ന് LDF യോഗത്തിന് മുമ്പ് പന്ന്യൻ രവീന്ദ്രൻ നൽകിയത്. കോൺഗ്രസ് ബന്ധം, തെരുവ് പ്രസംഗം, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് സമരം, എല്ലാ വാദഗതികൾക്കും കൃത്യമായ മറുപടി. അതിനുശേഷം യോഗത്തിന് ശേഷം യോജിച്ചു പോകാനുള്ള തീരുമാനം. ഇതിൽ CPIM-ഓ CPI-യോ ആരാണ് പിന്നാക്കം പോയത്, ആരാണ് വിജയിച്ചത്? അതിനകത്ത് ഈ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കക്ഷി ഇനി പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ CPI തന്നെ പുറത്തേക്ക് പോകുമെന്ന് കരുതാൻ പറ്റുന്ന യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അതുമാത്രമല്ല, 10 മണിക്കുള്ള പത്രസമ്മേളനത്തിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് മാത്രമാണ് ആലോചിച്ചത്. അതുകൊണ്ട് ഒരു പിളർപ്പിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ തകർച്ചയിലേക്കോ പോകുന്ന യാതൊരു ആസന്നതയും ഇന്നത്തെ സംഭവവികാസങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കരുതുന്ന ഒരാളെയല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് അത്ഭുതകരമായി യാതൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന സമരം, അത് ക്ലിഫ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് മാറ്റി നടത്തിയ സമരം, ആ സമരത്തിൻ്റെ വിധി വലിയ നിലവാരത്തിലുള്ള പ്രക്ഷോഭ തകർച്ചയ്ക്കാണ് വഴിവെച്ചത് എന്ന യാഥാർത്ഥ്യമുണ്ട്. പാർട്ടിയുടെ നേതാക്കൾ എന്ത് പറയുന്നു എന്നതല്ല, അതേ സംബന്ധിച്ച് അണികളുടെ ഇടയിലും അതുപോലെ ബഹുജനങ്ങളുടെ ഇടയിലും ആശങ്ക ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് അത് പിൻവലിക്കപ്പെട്ടത്. പിൻവലിക്കപ്പെടുമ്പോൾ നടത്തിയ ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്തെന്ന് ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, തുടർ പ്രക്ഷോഭങ്ങൾ പോലും വിജയിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കി കളയുന്ന തരത്തിൽ അത് അത്രത്തോളം ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതിപ്പോഴും ഇടതുപക്ഷ മുന്നണി അഡ്രസ്സ് ചെയ്തതായി കാണുന്നില്ല. എങ്കിലും ഇവിടെ നടക്കുന്ന യഥാർത്ഥ ചർച്ച ഈ പ്രക്ഷോഭത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ വിഷയങ്ങളോ അല്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് സത്യത്തിൽ ഇന്ന് നടന്നത്. പന്ന്യൻ രവീന്ദ്രൻ മുന്നോട്ട് വെച്ച ആ രീതി, ഇപ്പോൾ KM മാണിയോട് എന്ത് സമീപനം, മറ്റു വിഭാഗങ്ങളോട് എന്ത് സമീപനം, ആ സമീപനത്തെക്കുറിച്ച് CPIക്ക് ശരിക്കും പൂർവാപര വിരുദ്ധതയുണ്ട്. LDF രൂപപ്പെടുത്തുന്ന സമയത്ത് ബംഗാളിലെ മാതിരി ലെഫ്റ്റ് ഫ്രണ്ട് അല്ലത്, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. ഇതിപ്പോൾ വന്ന് ലെഫ്റ്റ് ഫ്രണ്ടും പോലും അല്ലാതായി തീർന്നിരിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെ ഏകോപിപ്പിക്കുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തിയ ഈ മുന്നണി ഇപ്പോൾ പരമാവധി ആൾക്കാരെ ബഹിഷ്കരിക്കുന്നിടത്തേക്ക് എത്തിപ്പോയിരിക്കുന്നതിന് കാരണം CPI അടക്കമുള്ള വിഭാഗങ്ങളുടെ അതേ സംബന്ധിച്ച തത്വാധിഷ്ഠിത നിലപാടിനെ സംബന്ധിച്ച അജ്ഞതയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ മുന്നണി ഭരണത്തിൽ ഇനിയും ഡെമോക്രാറ്റിക് കക്ഷികൾ, ജനാധിപത്യ ശക്തികൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ്. വ്യക്തമാണ്. താങ്കൾ തിരിച്ചെത്താം. ശ്രീ മാത്യു ടി തോമസ്, ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറയുന്നത് KM മാണിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ, CPI ഉയർത്തുന്ന വിവാദത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് കേരളത്തിലേത് ഇടതു മുന്നണിയല്ല, ഇടത് ജനാധിപത്യ മുന്നണിയാണ്. ജനാധിപത്യ പാർട്ടികൾ ഇതിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ UDF-ൻ്റെയും LDF-ൻ്റെയും ശാക്തിക ബലത്തിൽ അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ ഒരു നിലപാട്, ആ അർത്ഥത്തിലൊരു കാഴ്ചപ്പാട് ഇടതു മുന്നണിക്ക് യഥാർത്ഥത്തിലുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പോൾ KM മാണി വരുന്നതിനെ CPI നഖശിഖാന്തം എതിർക്കുന്നു. അതേ സമയത്ത് ഇടതു മുന്നണിയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി, താങ്കൾ ഉൾപ്പെടെ പോയതിനു ശേഷം താങ്കൾ തിരിച്ചു വന്നപ്പോൾ താങ്കളുടെ പ്രവേശനം സുഗമമായിരുന്നോ എന്ന വിഷയം, അതുപോലെ തന്നെ RSP വിട്ടുപോയപ്പോൾ ഇപ്പോൾ മാണിയെ കൊണ്ടുവന്നാൽ LDF ദുർബലപ്പെടും എന്ന് പറയുന്നത് പോലെ നിലവിലുള്ള LDF ശക്തിപ്പെടുത്തുന്നതിന് ഒരു പുറത്ത് ഇതുപോലെ ഒരു പ്രക്ഷോഭം CPIയുടെ ഭാഗത്ത്, ഇതുപോലൊരു വിമർശനം CPIയുടെ ഭാഗത്ത് കാണുന്നില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന കാഴ്ചപ്പാടിൽ വ്യക്തതയുണ്ടോ മുന്നണി നേതൃത്വത്തിന്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കൂടുതൽ ഘടകകക്ഷികളായി വരണമെങ്കിൽ അത് മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുടെയും ഒരു കൂട്ടായ തീരുമാനം ആവശ്യമാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികളിൽ ഏതിലേക്കും ആരെങ്കിലും ലയിക്കുന്നുവെങ്കിൽ അതിന് കൂട്ടായ തീരുമാനത്തിന്റെ ആവശ്യമില്ല. ഇന്ന് കേരളത്തിലുള്ളത് ഇടതു മുന്നണിയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. ജനാധിപത്യ പാർട്ടികൾ വരണം എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾ, ജനപക്ഷമല്ലാത്ത മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്ന ജനാധിപത്യ കക്ഷികൾ ഇതിലേക്ക് വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വഭാവം തന്നെ മാറും. ഇപ്പോ ശ്രീ KM മാണി വരുന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ കുറെ ചർച്ച നടക്കുന്നുണ്ട്.
ഇന്ന് ഞങ്ങളുടെ യോഗത്തിൽ വ്യക്തമാക്കപ്പെട്ടത് കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ചേരുന്നതിനെ സംബന്ധിച്ച് യാതൊരു ആലോചനയും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഒരു ഘടകകക്ഷിയും ഇന്നേ വരെ നടത്തിയിട്ടില്ല. നേരത്തെ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോ ജനതാദൾ സ്വീകരിച്ചൊരു സമീപനമുണ്ട്. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രതികരിക്കുന്ന മൂല്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂല്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കേവലം ഒരു ജനാധിപത്യ കക്ഷിയെ UDF നിന്ന് അടർത്തിയെടുത്ത് ഇങ്ങേപ്പുറത്തേക്ക് കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലീകരിച്ചതുകൊണ്ട് മുന്നണിയുടെ ദിശാബോധത്തിൽ മാറ്റങ്ങൾ വലിയ വ്യതിയാനം വന്നുപോയെന്നിരിക്കാം. അതുകൊണ്ട് ഇടതുപക്ഷ സ്വഭാവമുള്ള ജനാധിപത്യ കക്ഷികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാവേണ്ടത് എന്ന കാര്യത്തിൽ രണ്ട് പക്ഷം അത് വ്യക്തമാണ്. ശ്രീ മാത്യു ടി തോമസ്, മറ്റൊരു കാര്യം, ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിവാദങ്ങളാണല്ലോ ഇടതുമുന്നണിയെ പിടിച്ചുലയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ UDF-ലെ ഒരു മന്ത്രി കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആ പ്രതിസന്ധി UDF-ലല്ല LDF-ലാണ് കാണുന്നത്. അതിലൊന്ന്, നിങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് സമരം നടത്താറുണ്ട് ഇടതുമുന്നണി എന്ന ആക്ഷേപം. അത് ശരിയാണോ? രണ്ട്, ഏത് രീതിയിൽ ഒരു അന്വേഷണം, ഒരു മന്ത്രിയുടെ പേരിൽ അഴിമതി ആരോപണം ഉയർന്നിട്ട് ഇത്ര ദിവസമായി, ഏത് രീതിയിൽ ഒരു അന്വേഷണം എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വളരെ വൈകി ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ നടത്തിയ സമരങ്ങളും അത് അവസാനിപ്പിച്ചതും ഒക്കെ ഘടകകക്ഷികൾ എല്ലാവരും കൂടി അപ്പോ അത്തരത്തിലുള്ള സമരത്തിന്റെ അവസാനത്തെ ഏതെങ്കിലും ഘടകകക്ഷി മാറുന്ന അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന് വിളിച്ചാൽ ആ അഡ്ജസ്റ്റ്മെന്റ് സമരത്തിൽ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ പ്രകാശ് ബാബു, എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതായി പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത് ശരിയാണ്. ഇതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, പന്ന്യൻ രവീന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ അസിസ്റ്റന്റ് സെക്രട്ടറി കയറി പറയുന്നു സോളാർ സമരം അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് സമരത്തിൻ്റെ ഒരു ഉദാഹരണം എന്ന നിലയിൽ. അങ്ങനെ ഞങ്ങളൊന്നും ചെയ്യാറില്ല, ഒരു സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി പറയണമോ എന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. താങ്കളാണ് കൂടുതൽ ശക്തമായ വിമർശനം നടത്തിയത് എന്ന ആക്ഷേപം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സമരം സോളാറിൻ്റെ കാര്യത്തിൽ അടക്കം സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് പിൻവലിച്ച സമരമെന്നാണ് മാത്യു ടി തോമസ് പറയുന്നത്. അദ്ദേഹം ഇന്ന് LDF-ൽ പങ്കെടുത്തതാണ്. അതെ, പിണറായി അങ്ങനെ പറയാനുള്ള സാധ്യത ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇനി പറഞ്ഞില്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഞങ്ങളുടെ പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഒരുമിച്ച് തീരുമാനിച്ചാണ് ആ സമരം പിൻവലിച്ചത്. അതിനകത്ത് തർക്കമേ ഇല്ല. ഞങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സ്വയം വിമർശനം എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പറയുന്നത് ഞങ്ങൾ അതിൽ പങ്കാളിയല്ലെങ്കിൽ പിന്നെ സ്വയം വിമർശനം എങ്ങനെ ആവുന്നത്? ഞങ്ങളുടെ പങ്കാളി ആയതുകൊണ്ടാണ് ആ സ്വയം വിമർശനം. അതിനുശേഷം ആ സമരത്തിന്റെ സമാപനത്തെ സംബന്ധിച്ച് ശ്രീ പ്രകാശ് ബാബു, അതിലിപ്പോഴും സംശയങ്ങളുണ്ട്. താങ്കൾ പറയുന്നു സ്വയം വിമർശനം എന്ന്. താങ്കൾ ആദ്യം മുതൽ സെക്രട്ടേറിയറ്റ് മാർച്ച് മുതൽ ഇതിലൊരു ഉറച്ച നിലപാടാണ് താങ്കൾ പരസ്യമായി എടുക്കുന്നതിൽ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത് എന്താ? അങ്ങനെ സ്വയം വിമർശനമല്ല, ആളുകൾ എവിടെയൊക്കെയോ പറഞ്ഞു കേൾക്കുന്നു ഈ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് എന്ന്. ആ പറഞ്ഞു കേട്ട കാര്യം ആരെയും കുറ്റപ്പെടുത്താതെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെയാ സ്വയം വിമർശനം? അല്ല, നടത്തിയ സമരങ്ങളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്നുള്ള നിലയിലല്ല പറഞ്ഞത്. ഇന്നും പന്ന്യൻ രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നു, മാധ്യമങ്ങൾ അങ്ങനെ പ്രചരിപ്പിച്ചു, ഞങ്ങളുടെ പാർട്ടി അണികളും അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നു. ശ്രീ KM ഷാജഹാൻ, ഇന്നിപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളെല്ലാവരും കോൺഗ്രസിനെ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് പിന്തുണച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം UPA-യുടെ കാലത്ത് കേന്ദ്രഭരണം നിലനിർത്തുന്നതിന് വേണ്ടി MP-മാരെ കോഴ കൊടുത്ത് സഹായിച്ചതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വഹിച്ച പങ്കും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് നമ്മൾ ഈ കോൺഗ്രസിനെ സഹായിച്ച കാര്യം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്ത് പറയേണ്ട എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ വിവാദത്തിനെല്ലാം ശേഷം ഇന്ന് ഇവരെല്ലാവരും, ഇപ്പോൾ താങ്കൾ കേട്ടല്ലോ, ഇനി 25-നൊരു മാർച്ച്, അതിനുശേഷം എന്ത് അന്വേഷണം വേണമെന്ന ആവശ്യം പിന്നീട് നടത്താം, പിന്നീട് ആലോചിക്കാം, അത് തർക്കത്തിൽ തന്നെ നിൽക്കുന്നു. എന്താണ് ഇടതുമുന്നണിയിൽ CPI-ക്കും CPIM-നും മറ്റ് കക്ഷികൾക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടോ? അല്ല പ്രകാശ്, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ വന്നപ്പോഴെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം.
ഈ പന്ന്യൻ രവീന്ദ്രൻ്റെയും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷം 5 വർഷം കൂടെ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ചർച്ച പങ്കെടുത്തില്ല. എനിക്ക് യഥാർത്ഥത്തിൽ ഈ VS അച്യുതാനന്ദൻ നടത്തുന്ന ചില പത്രസമ്മേളനങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ ഇന്ന് കടന്നുപോയത്. ഇന്ന് രാവിലെ പന്ന്യൻ രവീന്ദ്രൻ നടത്തിയ പത്രസമ്മേളനം എന്തായിരുന്നു? എണ്ണി മറുപടി. പിണറായി വിജയന് ഇനി പറയാനൊന്നുമില്ല. തെരുവിൽ നടത്തുന്ന പ്രസംഗവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ ശക്തമായ ആക്ഷേപമാണ് ഉന്നയിച്ചത്. തെരുവിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് വരെ പറഞ്ഞ് എണ്ണി പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനം നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? നേരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങി അവിടെ ചില കൽപ്രതിമകൾ പോലെ അവരവിടെ ഇരുന്നതിന് ശേഷം അവരിറങ്ങിപ്പോകുന്നു. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രകാശ് ബാബുവിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു. എന്താണ് പ്രകാശ് ബാബു പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞു. എന്താണ് ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ച് അവിടെ നിങ്ങൾ പറഞ്ഞത്? അവിടെ ഒന്നും പറഞ്ഞില്ല. അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന് പറഞ്ഞത് രാവിലെ കലിതുള്ളുകയില്ലായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. എന്നാൽ പന്ന്യൻ രവീന്ദ്രൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞെന്താണ്? അത് ജനങ്ങൾ അങ്ങനെ പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ VS അച്യുതാനന്ദൻ നടത്തുന്ന ചില പത്രസമ്മേളനങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. VS അച്യുതാനന്ദൻ പൊട്ടിത്തെറിച്ച് പത്രസമ്മേളനം നടത്തും. ചാനലുകളെല്ലാം അത് ആഘോഷപൂർവ്വം അത് ആഘോഷിക്കും. എന്നിട്ട് VS അച്യുതാനന്ദൻ എന്ത് ചെയ്യും? പാർട്ടി കമ്മിറ്റി പോയി മൗനിയായി അവിടെ ഇരിക്കും, ഒരു കാര്യവും പറയാതിരിക്കും. എനിക്ക് തോന്നുന്നത് CPI ശരിക്കും VS അച്യുതാനന്ദന് ശിക്ഷപ്പെട്ടോ എന്നാണ് എനിക്ക് ഇന്നത്തെ പത്രസമ്മേളനവും അതിനുശേഷം നടന്ന സംഭവങ്ങൾ ആയി ബന്ധപ്പെട്ട് തോന്നിയത്. ഇവരവിടെ ചെന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് എല്ലാം പഞ്ചപുച്ഛമടക്കി മുട്ടിച്ച് നിന്നതിന് ശേഷം അവർ തിരിച്ചു വന്നിട്ട് അവർ വർത്താനം പറയുകയാണ്. അവർ അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. 25 ഞാൻ ചോദിക്കട്ടെ പ്രകാശ്, ഈ ബാർക്കോഴ വിഷയം ഇന്ന് എവിടെയാണ് നിലനിൽക്കുന്നത്? അതെല്ലാം കഴിഞ്ഞുപോയ കഥയല്ലേ? അത് പശുവും ചത്തും മോരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലെയല്ലേ? അതിൽ ബിജു രമേശ് തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾ ബാർ പൂട്ടുന്നതിന് മുമ്പാണ് കാശ് കൊടുത്തതെന്ന്. മാണിക്കെതിരെ ഇനി എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? 25-ാം തീയതി ഇവർ നാട്ടുകാരെ എന്നെയും പ്രകാശിനെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇവരൊരു സമരം നടത്തും. അതിനുശേഷം കാലിൻ്റെ ഇടയിൽ വാലും ചുരുട്ടി ഇവർ പോയി മിണ്ടാതിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ഇവര് ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുമായി നിൽക്കുന്ന UDFന് 100 സീറ്റിന്റെ ഭൂരിപക്ഷം ഇവരുണ്ടാക്കി വളരെ വ്യക്തമാണ് താങ്കളുടെ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, CPI തർക്കത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പലപ്പോഴും CPIM ആണ് അതിൽ ആധിപത്യം ചെലുത്താറുള്ളത്. പക്ഷേ ഇവിടെ പൊതുമേഖലയിൽ CPIക്ക് ഓരോ മറുപടിക്കും കീഴടങ്ങുന്ന CPIM. പക്ഷേ LDFൽ അവിടുത്തെ ബലാബലത്തിലുള്ള ആ ഒരു ബലം മൂലം വേണമെങ്കിൽ CPIMൻ്റെ തീരുമാനം അതിന് മുകളിൽ വയ്ക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ ദൗർബല്യം CPIMന് വരുന്നത്? CPIMൻ്റെ ഈ ദൗർബല്യമല്ലേ CPI മുതലെടുക്കുന്നത്? ആ മുതലെടുപ്പും അതിൽ വഴങ്ങലും എല്ലാം ചേരുമ്പോൾ ഇടതുമുന്നണിയുടെ ഭാവി എന്തായിരിക്കും? ഇടതുമുന്നണി യോഗം ചേരുന്നതിന് മുമ്പ് ഇത്തരം പത്രസമ്മേളനങ്ങൾ നടക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ നടത്തിയിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ഇടതുമുന്നണിയിൽ നിൽക്കുന്ന ഒത്തിരി വൈജാത്യങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. ഞാനത് കുറെ കൂടി ഐഡിയോളജിക്കലായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ഉള്ളടക്കം എന്തെന്ന് വിശദീകരിക്കപ്പെടുന്നതേയില്ല. പന്ന്യൻ രവീന്ദ്രനും അതേക്കുറിച്ച് കാര്യമായി പിടിപാടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ആ പാർട്ടി പാടില്ല, ഈ പാർട്ടി പാടില്ല എന്നൊന്നും പറയാൻ ഒക്കില്ല. അതിനകത്ത് ഒരു സൈദ്ധാന്തിക നിലപാടുണ്ടെങ്കിൽ ആ സൈദ്ധാന്തിക നിലപാടനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യപരമായ ഘടകങ്ങളാണ് നോക്കേണ്ടത്. പ്രക്ഷോഭങ്ങളിലൂടെ പോലും വിജയിക്കാൻ കഴിയാത്ത ഉമ്മൻചാണ്ടിയെ നയിക്കുന്ന ഈ സർക്കാർ ഏറ്റവും എളുപ്പം പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷം, അതുപോലെ തന്നെ അതിനകത്തുള്ള UDF തന്നെയുള്ള ജനാധിപത്യ ശക്തികൾ, ഇതിൻ്റെയൊക്കെ ഏകോപനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യപരമായ അടവ് നയത്തിന് രൂപം നൽകാൻ കഴിയില്ല എങ്കിൽ ഈ നേതാക്കൾ പിന്നെ എന്തിന്? ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതാണ്. പന്ന്യൻ രവീന്ദ്രന് തീരെ മനസ്സിലാകാത്ത ഉത്തരവാദിത്വവും അതാണ്. അതുകൊണ്ട് ഈ പാർട്ടി പാടില്ല, ആ പാർട്ടി പാടില്ല എന്നല്ല, ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുക എന്നതാണ് പ്രധാനം. ആ അറിവില്ലായ്മയ്ക്ക് കൊടുക്കുന്ന വലിയ വിലയാണ് ഇപ്പോൾ നാം കാണുന്നത്. വളരെ നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ പ്രകാശ് ബാബു, ശ്രീ മാത്യു ടി തോമസ്, ശ്രീ KM ഷാജഹാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.